അപ്പോൾ ഗൈസ് ഇതേ എല്ലാവർക്കും പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഗോവയിലാണുള്ളത്. ഗോവയിൽ ബീച്ച്, ഏതോ ഒരു ബീച്ചിൻ്റെ സൈഡിലാണുള്ളത്. നമ്മൾ ക്രിസ്മസൊക്കെ അല്ലേ, ഡിസംബറൊക്കെ അല്ലേ, ഒരു 3-4 ദിവസം നമ്മൾ ഗോവ അടിച്ചു പൊളിക്കാൻ വേണ്ടി വന്നേക്കുന്നതാണ്. അപ്പോൾ ഞങ്ങൾ ഒരു 4 പേരുണ്ട്. ഞാനുണ്ട്, എൻ്റെ ചേട്ടനുണ്ട്, പിന്നെ അഖിൽ ചേട്ടനുണ്ട്, വിമൽ ചേട്ടനുണ്ട്. നമ്മളിങ്ങനെ പാക്കേജ് എടുത്തിട്ടൊന്നുമല്ല വന്നത്, ഒരു പ്ലാനിങ് ഇല്ലാണ്ട് പെട്ടെന്ന് തീരുമാനിച്ച ട്രിപ്പാണ്. ഒരു പ്ലാനിങ്ങും ഇല്ല. ഇനി നമ്മൾ എവിടെയൊക്കെ സ്ഥലങ്ങളിൽ കാണാൻ പോകണം എന്ന് പ്ലാൻ ചെയ്ത്, വാട്ടർ ആക്ടിവിറ്റീസിന് പോകണമെന്ന് പ്ലാൻ ചെയ്ത്, പിന്നെ 3 ദിവസത്തെ ട്രിപ്പാണ് നമ്മൾ പ്ലാൻ ചെയ്തേക്കണേ. ഈ 3 ദിവസം പരമാവധി എങ്ങനെ നമുക്ക് സെറ്റാക്കാൻ പറ്റണോ അത്രയ്ക്കും പരമാവധി നമ്മൾ സെറ്റാക്കാൻ നോക്കും. ഗൈസ്, അങ്ങനെ നമ്മൾ ഇവിടെ നിന്ന് പോവാണ്. ഇവിടെ നിന്ന് നമ്മൾ ഇനി അഗോഡ ഫോർട്ടല്ലേ, അവിടേക്കാണ് പോണേ. ഇവിടെ തന്നെ ഏറ്റവും ഒരു ടൂറിസ്റ്റ് പ്ലേസ് തന്നെയാണ് അതും. നേരെ ഇവിടെ നിന്ന് അങ്ങോട്ട് പോയി പരമാവധി നമ്മൾ അടുത്ത് പോകാൻ പ്ലാൻ ചെയ്തത് അവിടെയാണ്. ഇനി അടുത്തത് അത് കഴിഞ്ഞിട്ട് എവിടേക്കാണോ അവിടെ നിന്നിട്ടാണ് തീരുമാനിക്കുന്നത് പോകേണ്ടത്. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ അവിടെ നിന്നിട്ട് കാണാം അവിടുത്തെ കാര്യങ്ങൾ. ഇവിടെ ഭയങ്കര വെയിലായി, ഇപ്പോൾ ഇത്തിരി നല്ല വെയിലായി. നമ്മൾ വന്നപ്പോൾ അത്യാവശ്യം നല്ല ക്ലൈമറ്റ് ആയിരുന്നു. ഇവിടെ പ്രത്യേകിച്ച് കാണിക്കാനൊന്നുമില്ല, ഇതൊക്കെ തന്നെ ഉള്ളൂ. ഇവിടെ നൈറ്റാണ് ഫുള്ള്, ലൈറ്റ് ഇട്ട് ഫുള്ള് ഇവിടെ തൊട്ട് അറ്റം വരെ, ഇവിടെ തൊട്ട് അറ്റം വരെ ലൈറ്റ് ആയിരിക്കും, ഫുള്ള് ലൈറ്റ് ആയിരിക്കും. ലൈറ്റാണ് വന്ന് കാണാൻ ഭംഗി എന്ന് പറഞ്ഞാൽ. ഇപ്പോൾ നൈറ്റ് ഇതിനേക്കാൾ ക്രൗഡായിരിക്കും. അപ്പോൾ നമുക്ക് നേരെ എന്തായാലും അഗോഡ ഫോർട്ടിലേക്ക് പോയിട്ട് നമുക്കത് കഴിഞ്ഞിട്ട് എവിടേക്ക് പോകണമെന്ന് പ്ലാൻ ചെയ്യാം. നമ്മളുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അഗാഡ ഫോർട്ടിലാണ്. ഇവിടെ കണ്ടോ മൊത്തം മതിലുകൊണ്ട് ഇങ്ങനെ കെട്ടിയിരുന്നത്, അവിടെയാണ് നമ്മുടെ അഗാഡ ഫോർട്ട് എന്നുള്ളൊരു ഇത്. അവിടെ 2-3 വ്യൂ പോയിൻറ്റും പിന്നെ അവിടെ ഒരു വാട്ടർ ടാങ്കും ഒക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ടിക്കറ്റ് എടുത്തതിൻ്റെ ഉള്ളിൽ കയറി നമ്മൾ ഗോവയിൽ വന്നിട്ട് ആദ്യമായിട്ട് നമ്മൾ ഇവിടേക്കാണ് വന്നത്. ഇനി ഇവിടെ എന്തൊക്കെയുണ്ട് നമുക്ക് നോക്കാം. അത് കഴിഞ്ഞിട്ട് നമ്മൾ 3 ദിവസത്തേക്കാണ് ട്രിപ്പ് പ്ലാൻ ചെയ്ത് വന്നേക്കണേ. എന്താവുന്നൊരു പിടുത്തില്ല, പറഞ്ഞില്ലേ, ഒരു പ്ലാനിങ് ഇല്ലാണ്ട് വന്നതാണ്. അറിയില്ല, ഇനി ഓരോ സ്ഥലങ്ങളായിട്ട് സെർച്ച് ചെയ്ത് കണ്ടുപിടിച്ച് നമ്മൾ പാക്കേജ് ഒന്നും എടുക്കാതെ വന്നത് കാരണം നമുക്കൊന്നും ഓരോ സ്ഥലങ്ങളൊന്നും അറിയില്ല. അപ്പോൾ നമ്മളിനി അത് അന്വേഷിച്ച് കണ്ടുപിടിച്ച് പരമാവധി പോകാൻ ശ്രമിക്കണം. അപ്പോൾ നമുക്ക് എന്തായാലും നേരെ സമയം കളയാതെ അങ്ങോട്ട് പോയിട്ട് വരാം. ഗൈസ്, അങ്ങനെ നമ്മൾ ഗോവയിൽ വന്നിട്ട് ഫസ്റ്റത്തെ വ്യൂ ആണിത് അല്ലേ ജി, ഫസ്റ്റത്തെ വ്യൂ പോയിൻ്റാണിത്. ഓ പൊളിയില്ലേ, അത്യാവശ്യം നൈസാണ്. നമുക്ക് ഇങ്ങോട്ട് എന്തായാലും നടന്നു പോകാൻ പറ്റില്ല, ഇവിടെ ക്ലോസ് ചെയ്തേക്കാണ്. പിന്നെ ഇവിടെ നിന്ന് മാത്രമേ കാണാൻ തന്നെ പറ്റത്തുള്ളൂ. പൊളിയാണ് കേട്ടോ, പൊളി മൂടാണ്. മൊത്തം എന്താ പറയുക, നീലമയത്തിൽ ഫുള്ള് മുങ്ങി കിടക്കാണ്. അതാണ് ലൈറ്റ് ഹൗസ് എന്ന് തോന്നുന്നു. ഗൈസ്, അപ്പോൾ നമ്മൾ ഈ കാണുന്നത് ഈ ചതുരം ഫുള്ളും
ഒരു വെള്ളത്തിൻ്റെ ശേഖരണമാണ്. ഇതിൻ്റെ ഉള്ളിൽ ഒരു വാട്ടർ ടാങ്കാണ്, വലിയൊരു വാട്ടർ ടാങ്കാണ്. ഇതിൻ്റെ ഉള്ളിൽ ഫുള്ള് വെള്ളം ശേഖരിക്കുകയാണ്. പിന്നെ നമ്മൾ ഈ കണ്ടത് ഒരു ലൈറ്റ് ഹൗസാണ്. ഇതിൻ്റെ മുകളിലേക്ക് എന്തായാലും കയറാൻ പറ്റില്ല, മുകളിൽ എന്തായാലും അടച്ചിട്ടേക്കാണ്. അവിടെ നമുക്ക് ഇവിടെയും അതിൻ്റെ മുകളിലേക്കൊക്കെ നമുക്ക് നടക്കാൻ പറ്റത്തുള്ളൂ. ഓക്കെ ഗൈസ്, അപ്പോൾ ഇതൊക്കെ മുകളിൽ കാണുന്നത് വെച്ച് കഴിഞ്ഞാൽ പഴയ മുന്നുണ്ടായ രൂപങ്ങളാണ്, ഫോട്ടോസ്. അതിപ്പോൾ പണിത് റെഡിയാക്കിയതിൻ്റെ മുന്നത്തെയും ഇപ്പത്തെയും ഫോട്ടോസാണ് ഇവിടെ എടുത്ത് വെച്ചേ. ടാറ്റാ. ഇത് നമ്മൾ വന്നപ്പോൾ നമുക്കൊരു സബ്സ്ക്രൈബേഴ്സിന് കിട്ടി. പോലെ ടാറ്റ, ബൈ ബൈ, ഹൈഫൈ. അങ്ങനെ നമുക്ക് ഇവിടെ വന്നപ്പോൾ നമുക്കൊരു സബ്സ്ക്രൈബേഴ്സിന് കിട്ടി, ഒരു ചെറിയ ചെക്കൻ. ഓക്കെ, നമ്മളിത് ഇവിടെ നിന്ന് പോവുകയാണ്. നമ്മളിനി അടുത്ത് ബീച്ചിലോട്ടാണ് പോണേ. ബീച്ചിൽ ചെന്നിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. അങ്ങനെ നമ്മുടെ ഒരു വണ്ടി പോകണോ? ടാറ്റ. ചോദിക്കാം, അതെവിടെയായിരുന്നു? പിന്നെ നമ്മുടെ വെള്ളവണ്ടി ഇവിടെ. പിന്നെ നമ്മുടെ ഒരു വണ്ടി ഇതാണ്, ഈ Activa 6G. ഇതാണ് നമ്മുടെ വേറൊരു വണ്ടി. നമുക്ക് വാട്ടർ റൈഡിൻ്റെ ഇത് അവിടെയാണ്. ആളോട് ചോദിച്ചോക്കാം. സ്ലിപ്പ് ഉണ്ടെന്ന് തോന്നുന്നു. നമ്മൾ പാക്കേജ് ഒന്നും എടുത്തിട്ടുണ്ടായില്ല. നമ്മളിവിടെ വന്നപ്പോൾ നമുക്കിത് ഈ ഒരു ലിസ്റ്റ് വന്നിട്ടുണ്ടായി. അപ്പോൾ അതെന്തായാലും ചോദിച്ചു നോക്കാം. ഈ ബ്രോയാണ് നമുക്ക് തന്നത്. This is a free booking. If you want to go for tomorrow, you have to book 2 days, sir. Okay. There is a scuba diving, 5 water sport ride. Okay. And dolphin sightseeing. All under in in this 1.5 per night. Yeah, 600. Okay. What is including here? Everything is there. Okay. What is the so scuba diving is there. Okay. For 45-kilometer boat journey is there. Breakfast and lunch included. Okay, sir. And pickup. If you want to pick up, there will be 200. അപ്പോൾ നമ്മൾ നാളെ ഇതിൽ ഇന്ന് ബുക്ക് ചെയ്യണം. നമ്മൾ ഇവരുടെ പാക്കേജാണ് എടുക്കുന്നത്. നമ്മളിവിടെ വന്നപ്പോൾ ഇവിടെ വെച്ച് തന്നാണ് നമുക്ക് ഈ ഒരു സ്ലിപ്പ്. നമ്മളിതിനകത്ത് നോക്കിയപ്പോൾ നമുക്ക് വേണ്ടത് ഇതാണ്. നമുക്ക് വേണ്ടത് കോംപ്ലിമെന്ററി എന്ന് പറയുന്നത് ഈ കയാക്കിങ്ങും സർഫിങ്ങും ഈ ഇതൊക്കെ സ്നോ ഫിഗേറ്റിംഗും. എനിക്ക് തോന്നുന്നു ക്രിസ്മസിന്റെ ഭാഗമായിട്ടുള്ള ഇത് നമ്മുടെ അവിടെ അവൈലബിൾ ആണെന്നുണ്ടെങ്കിൽ അവർ നമുക്ക് ഫ്രീ ആയിട്ട് ചെയ്തു തരും. ഓക്കെ, അപ്പോൾ ചെയ്തു തരും. ഇല്ലെന്നുണ്ടെങ്കിൽ അത് ഇല്ല. അല്ല, അപ്പോൾ 7 എണ്ണം പറഞ്ഞതോ? ഇതുണ്ടല്ലോ ഈ പാരാഗ്ലൈഡിങ് വിത്ത് ഫ്രീ ഡിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാരാഗ്ലൈഡ് ഒരു ഹൈറ്റ് വരെ പൊക്കം വരും. എന്നിട്ട് അവർ നമ്മൾ കടലിനുള്ളിലേക്ക് മുക്കും, മുക്കും. അത് കഴിഞ്ഞ് ജെറ്റ് സ്കീ ഉണ്ട്, ജെറ്റ് സ്കീ റൈഡ് ഉണ്ട്, ബനാന ഇതുണ്ട്, റൈഡ് ഉണ്ട്, ബമ്പർ റൈഡ് ഉണ്ട്, പിന്നെ സ്പീഡ് ബോട്ട് ഉണ്ട്. ഇത് 5-എണ്ണം ഉറപ്പായിട്ടുണ്ട്. ഇത് 2 കോംപ്ലിമെന്ററി ആണ്. ചിലപ്പോൾ ഉണ്ടാവും, ചിലപ്പോൾ ഉണ്ടാവില്ല. അല്ല, ഇതില് 7 എണ്ണല്ലേ വിത്ത് പറയണേ? 7 എണ്ണം. അതെ, 7 എണ്ണം. പക്ഷെ അതിലാകെ 5 എണ്ണം കിട്ടത്തുള്ളൂ. അത് ചോദിച്ചോക്കാ. പിന്നെ സ്കൂബ ഡൈവിംഗ് ഉണ്ട്. സ്കൂബ ഡൈവിംഗ് കിട്ടില്ലേ? അതുണ്ട്. അപ്പോൾ 6 സ്കൂബ ഡൈവിംഗ് വിത്ത് സ്കൂബ ഡൈവിംഗ് ഉണ്ട്. പിന്നെ ഇതൊക്കെ ഐലൻഡ് അൺലിമിറ്റഡ് ലഞ്ച് വിത്ത് വെജ് നോൺ വെജ് സോഫ്റ്റ് ഡ്രിങ്ക്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഫ്രീ അൺലിമിറ്റഡ്. അജിന് സന്തോഷമായി. അപ്പോൾ ഗൈസ്, അപ്പോൾ നമ്മൾ ഇതിൽ കുറേ ഉണ്ട് കേട്ടോ. ഇതിൽ കുറേ ഇതുകളുണ്ട്. നമുക്ക് വേണമെങ്കിൽ 800 900 ഒരു ബോട്ടിൽ പാർട്ടിക്ക് വേണമെങ്കിൽ നടത്താം നൈറ്റ്. പക്ഷെ നമ്മൾ ഇതാണ് ബുക്ക് ചെയ്യുന്നത്. നമ്മുടെ മെയിനായിട്ടുള്ള ആഗ്രഹം സ്കൂബ ഡ്രൈവിങ്ങും പിന്നെ പാരാഗ്ലൈഡിങ് ആണ്. നമുക്കത് മാത്രം ഉണ്ടായാൽ മതി. ഓക്കെ, നമ്മൾ ഇനി നേരെ ഇവിടെ നിന്ന് റൂമിലേക്കല്ലേ റൂം ബുക്ക് ചെയ്തില്ല. അപ്പോൾ നമ്മൾ നേരെ റൂമിലേക്കാണ് ബുക്ക് ചെയ്യുന്നത്. നമ്മൾ റൂമിലോട്ടാണ് പോകുന്നത്. റൂം ബുക്ക് ചെയ്തിട്ടില്ല. താക്കോൽ ഇതാണ് നമ്മുടെ വണ്ടി കേട്ടോ, ഹിമാലയൻ. വെള്ള ഹിമാലയൻ. അപ്പോൾ ഇതിലാണ് നമ്മൾ ഇനി പിടയ്ക്കണേ. അയ്യോ, അപ്പോൾ ഗൈസ്, ഇത് നമ്മൾ അവിടെ നിന്ന് ഇങ്ങനെ പോകുന്നത് ബാഗാ ബീച്ചിൻ്റെ അടുത്ത് നമ്മൾ റൂം കിട്ടി. കിട്ടില്ല റൂം എന്ന് പറഞ്ഞാൽ കിട്ടില്ല റൂം. നമ്മൾ 2 ദിവസം എടുത്തത്. ഏകദേശം 4 പേർക്ക് 3200 എങ്ങാണ്ട് വരുന്നുള്ളൂ. സെറ്റ് റൂം എന്ന് പറഞ്ഞാൽ സെറ്റ് റൂം. ഇതാണ് റൂം, കിടുക്കാച്ച് റൂം അല്ലേ, പൊളി റൂമല്ലേ, വിത്ത് ബാൽക്കണി. അധികം ഇവിടുന്ന് ബീച്ചിലോട്ട് 3 കിലോമീറ്റർ അങ്ങാണ്ടേ ഉള്ളൂ. അപ്പോൾ നമ്മൾ തൊട്ടടുത്ത് തന്നെ എടുത്തു.
AC ഒക്കെ ഉള്ള റൂമാണ്. ഇനി നമുക്ക് ഇനി നേരെ കുളിച്ച് ഫ്രഷ് ആയതിനു ശേഷം നമ്മൾ ഇന്നലെ രാത്രി 12:30 നമ്മൾ അവിടെ നിന്ന് കോഴിക്കോട് നിന്ന് കയറിയതാണ്. ഇതുവരെയായിട്ടൊന്നും ഫ്രഷ് ആയിട്ടില്ല. ഫ്രഷ് ആയതിനു ശേഷം നമുക്ക് കുറച്ച് സ്ഥലം പോകാനുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് പോയി കാണാം. അപ്പോൾ ഗൈസ് നമ്മൾ ഇവിടെ നിന്ന് ബീച്ചിലോട്ട് പോവാണ്. നമ്മുടെ റൂം മുകളിലാണ്. റൂമിൽ വന്ന് നമ്മൾ ഇവിടെ നിന്ന് ബീച്ചിലോട്ട് പോകണം. നമ്മൾ റൂമിൽ വന്ന് ഫ്രഷായി ഇനി ഗോവയിൽ നൈറ്റ് ലൈഫ് അടിച്ചു പൊളിക്കാനായിട്ട് പോവാണ്. അജിത് പിടിച്ചടാ. അപ്പോൾ കാണുന്നുണ്ടാവോ? ഹലോ ഗായ്സ്, നമ്മളിപ്പോൾ അഞ്ചന ബീച്ചിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആൽഫിനാണ് ഡ്രൈവ് ചെയ്യണേ. ഒരാൾക്ക് ആ വഴി നേരെ പോയാൽ മതി. മണ്ട അത് വിട്, ആ കേസല്ല. അമ്മ ഇപ്പോൾ എല്ലാവരും റൂമൊക്കെ എടുത്ത് സെറ്റ് ആക്കാൻ പോവാണ് നൈറ്റ്. അപ്പോൾ ഗൈസ് ഇതേ നമ്മൾ അഞ്ജന ബീച്ചിൽ നിന്ന് നമ്മൾ ഇറങ്ങി നമ്മൾ നേരെ റൂമിലെത്തി. വരണയ്ക്ക് ഫുഡ് കഴിച്ചു. പിന്നെ കുറച്ച് ഷോപ്പിംഗ് ഒക്കെ ഉണ്ടായി. അങ്ങനെ നമ്മൾ കുറച്ച് ഷർട്ടും എന്തൊക്കെ എടുത്തു, എന്തൊക്കെ സാധനം എടുത്ത് പരമാവധി നമ്മൾ പേശാൻ പറ്റുന്നിടത്തോളം പേശി ഒക്കെ നമ്മളൊരു 450 രൂപ 250 രൂപയ്ക്കൊക്കെ വാങ്ങി. അത് കഴിഞ്ഞ് നമ്മൾ റൂമിൽ വന്ന് കിടക്കാൻ പോവാണ്. ഇനി നാളെ നമുക്ക് വാട്ടർ ആക്ടിവിറ്റീസ് ഉണ്ട്. അപ്പോൾ നാളെ രാവിലെ 8 മണിക്ക് നമ്മൾ പോകണം. അപ്പോൾ നാളെയാണ് ഏറ്റവും ഗോവയിൽ വന്നിട്ട് ഏറ്റവും ത്രില്ലടിക്കാൻ പോകുന്ന ദിവസം. അതായത് ഫുള്ള് കടലിൽ തന്നെയായിരിക്കും. ബോട്ടിങ്ങും സ്കൂബ ഡ്രൈവിങ്ങും ഒക്കെ ആയിട്ട് നാളെ അടിച്ചു പൊളിക്കാൻ പോവാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ നാളത്തെ വീഡിയോ ആയിട്ട് നാളെ കാണാം. ബൈ.